ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, നമ്മൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഡേറ്റകളിൽ പലതിലും ആളുകളുടെ പേരിന്റെ നേരെ, അവരുടെ വയസ്സിന്റെ നേരെ, അവരുടെ അഡ്രസ്സിന്റെ നേരെ, അവരുടെ മാതാപിതാക്കളുടെ പേരിന്റെ നേരെ ഒക്കെയും സാമാന്യയുക്തിയിൽ ഒരു തരത്തിലും ഒരു ബൂത്തിലേക്ക് ചെന്ന് വോട്ട് ചെയ്യാൻ കഴിയാത്ത വിവരങ്ങളും രേഖകളുമാണ് കാണുന്നത്. പക്ഷേ ആ വോട്ടുകളൊക്കെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പലയിടത്തും കണക്കുകൾ സഹിതം മുൻപത് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത്രയും വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നുമില്ല. ഇപ്പോൾ ഒരു ശകുൻറാണിയോട് പോയി ചോദിച്ചു, നിങ്ങൾ വോട്ട് ചെയ്തു? അവർ പറഞ്ഞു ഇല്ല. അതുകൊണ്ട് നമ്മളൊക്കെയും ഇതൊക്കെ അങ്ങ് വിശ്വസിക്കണം എന്നുള്ളതാണ് ബിജെപിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സ്റ്റാൻഡ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബിജെപിയുടെ ഗവൺമെൻറ് തങ്ങളുടെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്നുള്ള വിഷയം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഒരു ഡിബേറ്റബിൾ സബ്ജക്റ്റ് അല്ല. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ബോഡിയാണ്. ആ ബോഡിയോട് സുപ്രീം കോടതി എടുത്ത നിലപാട് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അത് നിഷ്പക്ഷനായ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടണം എന്നുള്ളതുകൊണ്ട് പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇവരടങ്ങുന്ന ഒരു ടീമാവണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കേണ്ടത് എന്നുള്ള സുപ്രീം കോടതി വിധിയെ എന്തിനു വേണ്ടിയാണ് ബിജെപിയുടെ ഗവൺമെൻറ് അട്ടിമറിച്ചത്? അവിടെ സുപ്രീം കോടതി ജഡ്ജിയെ മാറ്റിയിട്ട് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്ന കാര്യം കൊണ്ടുവന്നത് എന്തിനാണ്? അത് കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന തങ്ങളുടെ വർഗീയ അജണ്ടയും ജനവിരുദ്ധ നയങ്ങളും നടപ്പിലാക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ നിർലജ്ജം ദുരുപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന നയം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമുക്കറിയാം, ഈ രാജ്യത്തിനകത്ത് എന്തെല്ലാം സ്ഥാപനങ്ങളെയാണ് കേന്ദ്ര ഗവൺമെൻറ് ആ നിലക്ക് ദുരുപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, ഇന്ത്യ രാജ്യത്തിലെ നീതിന്യായ വ്യവസ്ഥ, ഇന്ത്യക്കകത്തുള്ള ഈ പറയുന്ന നിരവധി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, അതുപോലെ ഗവർണർമാർ, ഇങ്ങനെ നിരവധി ഭരണഘടനാ സ്ഥാപനങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ ചട്ടുവങ്ങളായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലം മാത്രമല്ലല്ലോ ചർച്ചാ വിഷയമാകേണ്ടത്. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ അവിടെ വലിയ നിലക്കുള്ള പുനഃപരിശോധന നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുന്നു. 65 ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു. ആ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇവിടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, തങ്ങൾക്ക് വോട്ട് ചെയ്യില്ലാന്ന് തോന്നുന്ന ആളുകൾ, അവരെയെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്ത് വോട്ടർ പട്ടിക പോലും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ബീഹാറിലെ സംഭവം? അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണല്ലോ ഇപ്പോഴീ പറയുന്ന പുതിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന പുതിയ ഉത്തരവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ പറയുന്ന നിഷ്പക്ഷ സ്വഭാവത്തെ അംഗീകരിക്കുന്നതാണോ? ഇപ്പം നേരത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, നമ്മുടെ ഈ പറയുന്ന ഫുട്ടേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവ പുറത്തു കൊടുക്കാൻ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അത് പുറത്തു കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനം ആര് കൊണ്ടുവന്നതാണ്? അത് കൊണ്ടുവന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. അത്തരം ഫുട്ടേജുകളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള തെളിവുകളോ ഒന്നും തന്നെ ആർക്കും കൊടുക്കേണ്ടതില്ല. തീരുമാനിക്കുന്നത് എന്തിനാ? കൃത്രിമം കാണിച്ചാൽ ആളുകൾ ഒരു കാരണവശാലും അറിയാൻ പാടില്ല. ഇതല്ലേ വന്നിരിക്കുന്ന കാര്യം. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി CPIM ഞങ്ങൾ 2024 തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിർലജ്ജമായി BJPയുടെ രാഷ്ട്രീയ ഉപകരണമായിട്ട് ഉപയോഗിച്ചു എന്ന കാര്യം സംബന്ധിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ ചെന്ന് നിവേദനം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ മഹാരാഷ്ട്ര, കർണാടക തെരഞ്ഞെടുപ്പുകളിൽ വലിയ നിലക്കുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ജനവിശ്വാസം ആർജിക്കുന്നതിന്, ഈ കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്. കമ്മീഷൻ നിഷ്പക്ഷമായാൽ മാത്രം പോരാ, കമ്മീഷൻ നിഷ്പക്ഷമാണ് എന്നതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്താ ഇന്ന് ജനങ്ങൾ ഈ കമ്മീഷനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത്? യഥാർത്ഥത്തിൽ കമ്മീഷൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ അവർക്ക് സാധ്യമാവുന്നില്ല. അവർ ഈ പറയുന്ന, ഇപ്പോൾ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി പരസ്യമായിട്ട് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു നില ശരിയല്ല എന്ന് ആരാ തെളിയിക്കേണ്ടത്? ആ തെളിയിക്കാൻ ബാധ്യതയുള്ള ഒന്ന് ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷേ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ അവർ പറയുന്നത് എന്താ? ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ സഖ്യമാകെ തന്നെ ആരോപണം ഉന്നയിച്ചു. ന്യായമായിട്ടും അത്തരമൊരു കമ്മീഷൻ ഇത് പരിശോധിക്കാം എന്തെങ്കിലും പറയണ്ടേ? ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞങ്ങൾ അറിയിക്കാം, അത് പറയണ്ടേ? എന്താ കമ്മീഷൻ ചെയ്തിരിക്കുന്ന കാര്യം? കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളിൽ ഒരു കഴമ്പുമില്ല എന്ന്, ഒരു പരിശോധനയും ഇല്ലാതെ ഒറ്റ വാക്കിൽ പറയാൻ. അതിൻ്റെ അർത്ഥം എന്താ? അവർ സമ്പൂർണ്ണമായിട്ട് ബയസ്ഡ് ആണ് എന്നാണ്. ഇത്തരം ഒരു ഗൗരവമായിട്ട് ആക്ഷേപണം തെളിവുകളോടെ ഉന്നയിക്കപ്പെട്ട, അതിന് വസ്തുത എന്തോ ആയിരിക്കട്ടെ, ഇങ്ങനെ തെളിവുകളോടെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹമാവട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന ആ കമ്മിറ്റിക്കകത്ത് അംഗം കൂടിയാണ്. അങ്ങനെ ഒരാൾ ഈ തെളിവുകൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാം എന്നല്ലേ കമ്മീഷൻ പറയേണ്ടത്? അത് അന്വേഷിക്കാൻ വേണ്ടി നിർബന്ധിക്കും എന്നല്ലേ കേന്ദ്ര ഗവൺമെൻറ് പറയേണ്ടത്? ഇവിടെ പറയുന്നത് എന്താ? അന്വേഷിക്കേണ്ട കാര്യമില്ല അമിത്ഷാ,
അതുപോലെ തന്നെ അന്വേഷിക്കില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ എന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിലെ 31-ാം വകുപ്പ് അനുസരിച്ച് 1 വർഷം തടവ് ശിക്ഷ വിധിക്കാവുന്ന കുറ്റമാണ് ഇദ്ദേഹം ചെയ്തതെന്നാണ്. ഭാരതീയ ന്യായസമിതി അനുസരിച്ച് 227-ാം വകുപ്പ് അനുസരിച്ച് 3 കൊല്ലക്കാലം ശിക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു വകുപ്പാണ് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ പോകുന്നത് എന്നാണ് ആര് പറയുന്നത്? ഈ വിശ്വാസത്തെ തെളിയിക്കാൻ ബാധ്യതപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിർലജ്ജമായി ഭരണ സംവിധാനത്തിൻ്റെ ഒരു ചട്ടുകമായി പ്രവർത്തിക്കുകയാണ്. ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, അല്ല BJP-ക്കാരല്ല. അവർക്ക് പറയാൻ വേണ്ടി കാണും. അദ്ദേഹം ഇവിടെ വളരെ കൃത്യമായ നിലക്കുള്ള ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ അഷിത പറഞ്ഞ പോലെ 1,250,000 വോട്ടുകൾ യഥാർത്ഥമായിട്ട് വരേണ്ട വോട്ടുകളല്ല എന്ന് വോട്ടുകൾ തരംതിരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന ഓപ്പറേഷൻ മഹാദേവപുരം എന്നുള്ള നിലക്ക് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ നിലക്ക് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ 30 അംഗത്തെ നിയോഗിച്ചുകൊണ്ട് നടത്തിയ കമ്മീഷനാണ് എന്നാണ് അവർ പറയുന്നത്. ആ കാര്യം ശരിയോ തെറ്റോ ആവട്ടെ, അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ആരാണ് തയ്യാറാവേണ്ടത്? അത് പരിശോധിക്കാനുള്ള ബാധ്യത കമ്മീഷനില്ലേ? ജനങ്ങളോട് ഈ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത കമ്മീഷനല്ലേ? പക്ഷേ കമ്മീഷൻ ഈ ആരോപണം ഉന്നയിച്ചവരുടെ മേലെ കുതിര കയറുകയാണ്, അവരെ ശിക്ഷിക്കുമെന്ന് പരസ്യമായിട്ട് പറയാണ്. ഒരുപാട് കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ആക്ഷേപമുണ്ട്. ഇപ്പം നമുക്കറിയാലോ, നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കകത്ത് ഇഷ്ടം പോലെ കൈക്കൂലി വാങ്ങാമെന്ന് തീരുമാനമെടുത്തത് കേന്ദ്രമണ്ഡലേ, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അതിനെതിരെ പടപൊരുതിയ പ്രസ്ഥാനമാണ് CPIM. ഒരു കാരണവശാലും ഇത്തരമൊരു സംവിധാനം അനുവദിക്കാൻ പാടില്ല. ഈ വൻകിടക്കാരിൽ നിന്ന് പണം വാങ്ങുന്ന ഒരു ഇടപാട് അത് ശരിയായ ഒരു കാര്യമല്ല എന്ന് കോടതിയിൽ പോയി വാദിച്ചത് ഞങ്ങളാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് ശരിയാണ് എന്ന് വിധിച്ചതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ മാറ്റിമറിക്കാൻ, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഫലം മാത്രമേ വരൂ എന്ന് പ്രഖ്യാപിക്കാൻ അതിന് പാകത്തിലല്ലേ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? 25 സീറ്റുകളിൽ അവർ ജയിച്ചിരിക്കുന്നത് 33,000 വോട്ടിന് താഴെയാണ്. അതിൽ തന്നെ അവർ ജയിച്ചിരിക്കുന്ന 8 സീറ്റുകൾ 5,000-ൽ താഴെ വോട്ടിനാണ്. അവർക്ക് നല്ലതുപോലെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഗുജറാത്തിലാണ് ഇങ്ങനെ ജയിച്ചിരിക്കുന്ന 8 സീറ്റുകൾ. ആരോപണങ്ങൾ തള്ളിക്കളയാൻ വേണ്ടി കഴിയുന്ന ഒന്നാണോ? പരിശോധിക്കേണ്ടതല്ലേ? അപ്പോൾ ഇത് പരിശോധിച്ച് അഗ്നിശുദ്ധി വരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവരെ നിർബന്ധിക്കേണ്ടത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും അവർ നയിക്കുന്ന ഗവൺമെൻറ്റുമാണ്. നിർഭാഗ്യവശാൽ അവരെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു ചക്രവർത്തി പോരാട്ടമാണ് ഇത് എന്നുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർലജ്ജമായിട്ട് ഇതിനെല്ലാം ന്യായീകരിക്കുകയാണ്. ഇത് രാജ്യത്തിലെ ജനാധിപത്യ പ്രക്രിയക്കാകെ അപകടകരമാണ്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടായത് ആരുടെയെങ്കിലും ഔദാര്യം കൊണ്ടല്ല. എണ്ണമറ്റ ആളുകൾ സ്വന്തം രക്തം ചിന്തി നേടിയെടുത്ത സ്വാതന്ത്ര്യം അത് അപകടപ്പെടുകയാണ്. ഇതിനെതിരെയുള്ള ജാഗ്രത രാജ്യത്താകുമെന്ന് പറയണമെന്നാണ് CPM-ന്റെ അഭിപ്രായം.